ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐറൂസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സ്വീറ്റ് ഐറ്റമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ബ്രെഡ് കൊണ്ടിട്ട് നമുക്ക് പെട്ടെന്നൊരു ബ്രെഡ് ഗുലാബ് ജാമുനാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഗുലാബ് ജാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് ഒരു 8 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ സൈഡൊന്നും നമുക്ക് വേണ്ട, വൈറ്റ് പോർഷൻ മാത്രം മതി. പിന്നെ ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര ലായനിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു 1/2 കപ്പ് പാല് നല്ല തിളപ്പിച്ച് വറ്റിച്ചെടുത്തതാണ്. ഒരു 3 ടേബിൾ സ്പൂൺ പാല് നമുക്ക് ആവശ്യമുണ്ട് ഇതിന്. പിന്നെ 2 ഏലക്ക. ഇത്രയും സാധനം മതി നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു ബ്രെഡ് ഗുലാബ് ജാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. ബ്രെഡൊക്കെ 4 സൈഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, വൈറ്റ് പോർഷൻ മാത്രം. ഇനി ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ 2 ഏലക്കായും കൂടി ഇടുക. ഏലക്കായുടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. പിന്നെ എന്താ ബ്രെഡ് ക്രംസ് ആക്കിയിട്ടുണ്ട്, നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ബ്രെഡ് ക്രംസ് ഒക്കെ ഞാൻ ഏലക്കായും ചേർത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പാല് നമുക്ക് കുറച്ച് മതി, ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആക്കി മറ്റേ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കും പോലെ ആ ഒരു രൂപത്തിൽ നമ്മളത് റെഡിയാക്കി എടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മളിത് കൈയും കൊണ്ട് തന്നെ നല്ല രീതിയിൽ കുഴച്ച് എടുക്കുക. ആ സ്പൂണും കൊണ്ട് ഇളക്കിയാൽ നമുക്കിത് ശരിയാവില്ല. ചപ്പാത്തിയും പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിത് നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. കുറച്ച് പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. 8 ബ്രെഡാണ് ഞാൻ എടുത്തത്, 8 പീസ് എടുത്തപ്പോഴത്തേക്ക് ഇതാ ഇത്രയേ ഉള്ളൂ. അപ്പം നന്നായിട്ട് ഞാൻ ഇത് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാം. ഇനി ഇതേപോലെ ഒരു പാത്രത്തിൽ 2 ഗ്ലാസ് വെള്ളം എടുക്കുക. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് വരണം. കുറച്ച് തിക്കായി വരുമ്പോഴത്തേക്ക് വേണം നമ്മൾ ഇത് ഓഫ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ശ്രദ്ധിക്കുകയും തീയൊന്ന് കുറച്ച് വെക്കണം, ലോ ഫ്ലെയിമിൽ വെക്കുക. ഇനി നമുക്ക് ഇത് ഓരോ ബൗളാക്കി വെക്കണം. കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ ഉരുട്ടുമ്പോഴത്തേക്ക് ഇത് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് നല്ല പരുവത്തിന് മാവായിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ കയ്യിൽ ഒരല്പം ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. ഓയിൽ തേച്ചിട്ട് ഇത് കറക്റ്റ് ഒന്ന് റൗണ്ട് ഷേപ്പിൽ, ഒരുപാട് അങ്ങ് വലുതാക്കണ്ട, ഒരുപാട് തീരെ അങ്ങ് കുഞ്ഞാക്കണ്ട. അപ്പം ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഉരുട്ടിയെടുക്കുക. ഇപ്പം എല്ലാം ഞാൻ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഓയിൽ മതി, ഒരുപാട് വേണ്ട. അപ്പോൾ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാവണം. നമ്മുടെ പഞ്ചസാര ലായനി എന്തായി നോക്കാം. അത് നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിടാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ ഉരുളകളും ഇട്ട് കൊടുക്കാം. പത്ത് 12 ബ്രെഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 13-14 ഗുലാബ് ജാം നമുക്ക് കിട്ടും അതിൽ നിന്നും. അപ്പൊ നമുക്കിത് ഓരോന്നും ഒന്ന് പതുക്കെ ഒന്ന് മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് കൊടുക്കണം. കാരണം പെട്ടെന്ന് അടി കരിഞ്ഞു പിടിക്കും. അതുകൊണ്ട് പെട്ടെന്ന് മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ആവണം. ഒരു ചെറിയൊരു ബ്രൗൺ കളറായി നമുക്കിത് കിട്ടണം. പൊടിയാണ്ട് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് തിരിച്ചു കൊടുത്തിട്ടിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ
പെട്ടെന്ന് ഇതങ്ങ് കരിഞ്ഞു പോകും. ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചു കൊടുത്ത് എല്ലാ സൈഡും ഇതേപോലെ ഒരു ബ്രൗൺ കളറിൽ ആക്കിയെടുക്കുക. അതെല്ലാം മറിച്ചിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് ഏകദേശം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതായത് നമ്മൾ കൈ വിടാതെ തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തോണ്ട് നിൽക്കുകയാണ്. നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ ആ ഒരു കളറിലായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഒരു സെക്കൻഡ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പൊ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇപ്പൊ നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഗുലാബ് ജാമുനൊക്കെ ഞാൻ ഇതിൽ നിന്ന് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പം നമ്മുടെ ഗുലാബ് ജാമൊക്കെ ഞാൻ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് പഞ്ചസാര ലായനിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇത് ഓരോന്നും പഞ്ചസാര ലായനിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ബ്രെഡ് ഗുലാബ് ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ പഞ്ചസാര ലായനിയിൽ ഇട്ട് വെച്ചതാണ്. ഒരു 3/4 മണിക്കൂറോളം ഞാൻ ഇട്ട് വെച്ചു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് അടുത്തൊരു റെസിപ്പിയുമായി കാണുന്നിടം വരെ താങ്ക് യു.